ഇന്ന് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പം പെൻറ്റാഗ്രാം ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണിത്. ഇത് ആക്ച്വലി 1994 വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് യുഎസിൽ വെച്ചിട്ടാണ്. അന്നേരം അതിൻ്റെ ലോഗോയും വിഷ്വൽ സിസ്റ്റവും ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പെൻറ്റാഗ്രാം ആയിരുന്നു. ഇനി നമ്മൾ ഈ ഒരു ലോഗോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂ കളർ പുഷ് ചെയ്യുന്നൊരു ഫുട്ബോൾ കാണാൻ പറ്റും. ഇതിൻ്റെ നെഗറ്റീവ് സ്പേസിൽ ഒരു സ്റ്റാറും കാണാം. ആൻഡ് ഇതിൽ തന്നെ ഒരു റെഡ് കളർ ഫ്ലോയിങ് സ്ട്രൈപ്പും കാണാം. ഇത് ആക്ച്വലി ഇൻസ്പയർ ആയിട്ടുള്ളത് യുഎസ് ഫ്ലാഗിൽ നിന്നാണ്. അതായത് ഈ ഒരു ലോഗോയിൽ തന്നെ ഇതെന്താണ് ഗെയിം എന്നും ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നതും കൂടി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ലോഗോ പ്ലേസ് ചെയ്യുമ്പം ഉള്ള ജാക്കറ്റ്സും ആൻഡ് ടീഷർട്ട്സും മറ്റുള്ള ബ്രാൻഡ് എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള പ്ലേസിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ ശരിക്കും ഈ ഒരു പെൻറ്റാഗ്രാമിൻ്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊന്നാണ് അവർ ഡിസൈൻ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദി ലോഗോസും ടൈംലെസ് ആയിരിക്കും. അതായത് ഇത് ആക്ച്വലി 30 ഇയേഴ്സ് മുമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും നമുക്കിന്നും ഈ ഒരു ലോഗോ എല്ലായിടത്തും പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം 2026 യു എസിലും കൂടി നടക്കുന്ന വേൾഡ് കപ്പിന് വേണ്ടി എഡിഡാസ് ഒരു ലിമിറ്റഡ് എഡിഷൻ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ലോഗോയും ഗ്രാഫിക് എലമെൻറ്റും വെച്ചിട്ടുള്ള ടീഷർട്ടും ട്രാക്ക് സൂട്ടൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ശരിക്കും മേ ബി ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പെൻറ്റാഗ്രാമിനെ വേൾഡിലെ നമ്പർ 1 ബ്രാൻഡിങ് സ്റ്റുഡിയോ ആക്കി മാറ്റിയിട്ടുണ്ടാകുക.